ശരി, ശ്രീ പണിക്കർ, രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ പ്രസക്തമാണ്. ഒന്ന്, ഇതൊരു ദളിത് സമരമാണ് എന്ന് കണ്ടുകൊണ്ട് ജനങ്ങൾ അതിനോട് മുഖം തിരിച്ചു നിന്നു, സമരത്തോട് സഹകരിച്ചില്ല. പിന്നെയുള്ളത്, പോലീസ് മനഃപൂർവ്വം ഈ ജനങ്ങളെ ഈ സമരക്കാർക്കെതിരെ തിരിക്കുവാൻ വേണ്ടി കൈയും കെട്ടി നോക്കി നിന്നു. നോക്കൂ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒന്നാമതൊരു വസ്തുതാപരമായിട്ടുള്ള പിശകുണ്ട്. അദ്ദേഹം പറയുന്നത് പോലെ ആ സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ജാതി വ്യത്യസ്തമാണ് എന്ന രീതിയിലത്തേക്ക് കോടതി കണ്ടതുകൊണ്ടല്ല അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത്. അത് പലരും തെറ്റായിട്ട് കോട്ട് ചെയ്തതാണ്. കാരണം ആ വിധി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വിധിയിൽ നിതിൻ രാജിന്റെ അച്ഛന്റെ ഭാഗം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം അതേപോലെ കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആർഗ്യുമെന്റാണ്, അദ്ദേഹത്തിനെ പ്രതിനിധീകരിച്ചിരിക്കുന്ന വക്കീലിന്റെ വാദമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ കോടതി പറയുകയല്ല ഇയാളുടെ ജാതി വേറൊന്നാണ് എന്ന്. അത് ഈ കേസിന്റെ ആർഗ്യുമെന്റ് സ്റ്റേജിൽ പരിഗണിക്കപ്പെടേണ്ടത് വിഷയമാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഡോക്ടർ റാം എന്ന് പറയുന്ന അവിടുത്തെ HOD ജാമ്യം നൽകുന്നില്ല എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വസ്തുതാപരമായി തെറ്റാണ്, ശ്രീ ചാലമോഹനൻ പറഞ്ഞിരിക്കുന്ന കാര്യം. രണ്ട്, ഇന്ന് നടന്നിരിക്കുന്നത് സത്യത്തിൽ സോളിഡാരിറ്റി പ്രഖ്യാപനമല്ല, മറിച്ച് തികഞ്ഞ അർത്ഥത്തിലെ സാഡിസമാണ്. ഹർത്താലിന്റെ പേരിൽ മനുഷ്യന്റെ പൊതുവഴിയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ, വാഹന ഗതാഗതത്തിനെ, ഓഫീസിന്റെയും കടകളുടെയും പ്രവർത്തനത്തിനെ തടയുന്ന ആൾക്കാരെ ഹർത്താൽ അനുകൂലികൾ എന്നല്ല, ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. അക്രമം നടത്തുന്നതിന് വേണ്ടി ഒരു ഹർത്താലിൽ ഒരാൾക്കും നമ്മുടെ നാട്ടിൽ അധികാരം നൽകുന്നില്ല. അത് നിയമങ്ങളോ ഭരണഘടനയോ കോടതിയോ നൽകുന്നില്ല. അങ്ങനെ ആരുടെയെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യമോ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉപജീവന മാർഗത്തിനെ തടയുന്ന പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ നടന്നിരിക്കുന്നതിന് തെമ്മാടിത്തരം എന്നാണ് പറയേണ്ടത്. അത് ചെയ്യുന്ന ആൾക്കാരെ ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. രോഗികളായിട്ടുള്ള നിരവധി മനുഷ്യർക്കാണ് ഇന്ന് നീതി നിഷേധിക്കപ്പെട്ടത്. വിദ്യാർത്ഥികളായിട്ടുള്ള നിരവധി പേർക്കാണ് ഇന്ന് വെല്ലൂർ സർവകലാശാലയുടെ എൻട്രൻസ് പരീക്ഷകൾക്ക് ഉൾപ്പെടെയുള്ള അവസരം നിഷേധിക്കപ്പെട്ടത്. അത് ഗുരുതരമായൊരു കാര്യമാണ്. ഈ കുട്ടികൾ എന്ത് പിഴച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കരഞ്ഞപേക്ഷിച്ചിട്ടും അവരെ പലയിടത്തും പോകാൻ അനുവദിച്ചില്ല. എക്സാക്ട്ലി. അക്രമം നടത്തിയിരിക്കുന്ന ഗുണ്ടകൾക്ക് അത് മനസ്സിലാവില്ല എങ്കിലും രോഗികളുടെയും വിദ്യാർത്ഥികളുടെയും മനോവിഷമം നിതിൻ രാജിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന തെമ്മാടിത്തമൊക്കെ നിതിൻ രാജ് എന്ന് പറയുന്ന വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഈ തെമ്മാടിത്തം അഴിച്ചുവിട്ടിരിക്കുന്ന ആൾക്കാർ സ്വയം ചിന്തിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ക്യാൻസർ രോഗി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകണമെങ്കിൽ നാട്ടിലെ ഒരു ഗുണ്ടയുടെ അനുമതി വാങ്ങണം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള നിയമമാണ്? ഷോ കാണിച്ചാൽ ആശുപത്രിയിൽ പോകാൻ അനുവദിക്കില്ലെന്ന് പറയാൻ ആ പറയുന്നവന്റെ പിതാശ്രീ വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലത്തല്ല റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള മറുപടി. അതിനപ്പുറത്തേക്ക് മാന്യമായിട്ട് അങ്ങനെ തെമ്മാടിത്തം കാണിക്കുന്ന ഗുണ്ടകളോട് സംസാരിക്കാൻ കഴിയില്ല. ഏറ്റവും ലിമിറ്റഡ് പോയിന്റാണ് ഞാൻ പറയുന്നത്. ഹർത്താൽ ഗുണ്ടകളെ ശരിയായി കൈകാര്യം ചെയ്തിരിക്കുന്ന കണിയാപുരത്തെയോ മറ്റോ പോലീസുണ്ട്. അവരാണ് സത്യത്തിൽ നമ്മുടെ സാഷ്ടാംഗമുള്ള ഒരു പ്രണമിക്കൽ അവർ വാങ്ങേണ്ടത്. നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രണാമം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെയുള്ള ഈ അക്രമം ഉണ്ടാക്കാൻ വന്ന, വഴി തടയാൻ വന്നിരിക്കുന്ന പല ആൾക്കാരെയും അവരവിടെ നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു തരത്തിലുള്ള കരുതലും മര്യാദയും ഒന്നും കൊടുക്കാതെ അവരെ തള്ളി മാറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസ് സത്യത്തിൽ പ്രവർത്തിക്കേണ്ടത്. തിരുവല്ലയിൽ ഈ ക്യാൻസർ രോഗിയെ അവിടെ ഇത്രയും ആർഗ്യുമെന്റിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. അതിനുള്ള അവസരം ഉണ്ടാക്കരുതായിരുന്നു പോലീസ്, അല്ലേ? എക്സാക്ട്ലി. നോക്കൂ, നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കൂടാതെ ദിവസവേതനക്കാരായിട്ടുള്ള ആൾക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പെരുമാറ്റത്തിനെ നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ ദിവസം വൈകുന്നേരം വന്നിരുന്നിട്ട് നീതീകരിക്കാനായിട്ട് കഴിയുന്നത്? ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. ഇന്ന് നടന്നിരിക്കുന്ന അക്രമ സംഭവങ്ങളിൽ ഹൈക്കോടതി സ്വമേധയാ കേസ് എടുക്കുന്നതിന്റെ സാഹചര്യം എന്താണ്? അത്രത്തോളം അക്രമം ഇതിൽ നടന്നു എന്നതുകൊണ്ടാണ്. സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹർത്താൽ നടത്തിയതെന്ന് ആലോചിച്ച് നോക്കൂ. നിതിൻ രാജിന്റെ മരണത്തിൽ നീതിപൂർവമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. റൂൾ ഓഫ് ലോ അവിടെ കൃത്യമായിട്ട് നടപ്പാക്കണം. ഇതാണ് ആവശ്യം. സമാധാനപരമായിരിക്കും ഈ ഹർത്താൽ എന്ന് പറഞ്ഞിരുന്നത് ആരാണ്? സമരസമിതിയല്ലേ. അവശ്യ സർവീസുകളെ ബാധിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ്? സമരസമിതിയല്ലേ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ തടസ്സപ്പെടുത്തില്ല എന്നും വാഹന ഗതാഗതത്തിനെ തടസ്സപ്പെടുത്തില്ല എന്നും പറഞ്ഞത് ആരാണ്? സമരസമിതിയല്ലേ. എന്നിട്ട് ഇന്ന് കാണിച്ചത് എന്താണ്? ആർക്കാണ് ഇന്ന് കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തരത്തിന്റെ ഒക്കെ ഉത്തരവാദിത്വം? മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഇല്ലാതെയാക്കി രോഗികളോട് പോലും കരുണയില്ലാതെ പെരുമാറാനായിട്ട് ഇക്കൂട്ടർക്ക് എങ്ങനെയാണ് കഴിയുക എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ചോദിച്ചത് ആ രണ്ട് കാര്യങ്ങളെയും താങ്കൾ എങ്ങനെയാണ്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.